ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റീസെൻ്റായിട്ട് നമ്മുടെ വയനാട്ടിലൊരു ഉരുൾപൊട്ടലുണ്ടായി. ഒബ്വിയസ്ലി മാധ്യമങ്ങളുടെയും അതുപോലെ ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ വയനാട്ടിലോട്ട് മാത്രമായിരുന്നു. അതിനിടയിൽ നമ്മളെല്ലാവരും മനഃപൂർവ്വം അല്ലെങ്കിലും മറന്നു പോയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. നമ്മുടെ കർണാടകയിലെ ഷിരൂരിൽ കാണാതായിട്ടുള്ള അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യൻ. നമുക്ക് എത്രത്തോളം അതിഭീകരമാണ് അവിടെ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മൃതദേഹം കിട്ടിയിട്ടില്ല, ബോഡി നമുക്കൊരിക്കലും കിട്ടിയിട്ടില്ല അർജുൻ്റേതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 അവർ മുന്നേ ന്യൂസ് ചാനലിൽ വന്നൊരു ന്യൂസാണ്, അർജുൻ്റെ മൃതദേഹം കിട്ടി എന്നുള്ള രീതിയിൽ ഒരു ഫേക്കായിട്ടുള്ള ന്യൂസാണ്. സംഭവം ഏതോ ഒരു പുരുഷൻ്റെ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത്, അർജുൻ്റേതാണോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ആ ന്യൂസ് ചാനലിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അർജുൻ ആവല്ലേ, അത് പ്രാർത്ഥിക്കുന്നു, അത് അർജുൻ ആവല്ലേ, അർജുന ഒരിക്കലും ആയിരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയും മാത്രമാണ്, അർജുൻ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. ചോരയും നീരുമുള്ള ഓക്സിജൻ ശ്വസിക്കുന്ന സാധാരണ ഒരു മനുഷ്യനാണ്. അവൻ ചിരഞ്ജീവിയൊന്നുമല്ല. ഭക്ഷണവും വെള്ളവും ഓക്സിജനും ഒരു സംഭവവും ഇല്ലാതെ ഇത്രയും ഒരു 3-4 ആഴ്ചക്കാലം മണ്ണിനടിയിലാണെങ്കിൽ മണ്ണിനടിയിൽ, വെള്ളത്തിനടിയിലാണെങ്കിൽ വെള്ളത്തിനടിയിൽ, അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ ചിരഞ്ജീവിയൊന്നുമില്ല. അവൻ സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ്. എന്തിനാണ് ഇപ്പോഴും നിങ്ങൾ അർജുൻ്റേതാവല്ലേ എന്ന് പറയുന്നത്? എനിക്ക് പേഴ്സണലി പറയുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ആ വീട്ടുകാരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മരിച്ചോ ജീവിച്ചോ ഒന്നും അറിയില്ല. ബോഡി എങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കർമ്മങ്ങളെങ്കിലും ചെയ്യാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അർജുൻ്റെ ബോഡി കിട്ടട്ടെ, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അർജുൻ ആവല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ് അർജുൻ. പറയുന്നതിൽ ഒത്തിരി വിഷമമുണ്ട്. പക്ഷേ ആ വീട്ടുകാരുടെ അവസ്ഥ മാനിക്കണം നമ്മൾ. അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആ ബോഡി എങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കർമ്മങ്ങളെങ്കിലും ചെയ്ത് തുടർന്നു കൊണ്ടുപോകാമെന്നാണ്.